ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 6 സംസ്ഥാനങ്ങളിൽ NIA പരിശോധന. ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, എന്താണ് ഈ പരിശോധനയുടെ പശ്ചാത്തലം? അനുജ, ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം NIA ഡൽഹിയിൽ മാത്രമായിരുന്നു കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. അതാത് സംസ്ഥാനങ്ങളുടെ മറ്റ് ഏജൻസികളുടെ സഹായത്തോടെയാണ് ഈ അന്വേഷണം ഏകോപിച്ചിട്ടുണ്ടിരുന്നത്. പക്ഷേ ഈ അന്വേഷണം ഏറ്റെടുത്ത് അതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതാത് ഓരോരോ സംസ്ഥാനങ്ങളിലും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ അവരുടെ സഹായികളൊക്കെ കേന്ദ്രീകരിച്ച സംസ്ഥാനങ്ങളിൽ NIA നേരിട്ട് അന്വേഷണം നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 6 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ഈ അമോണിയം നൈട്രേറ്റ് കൂടാതെ തന്നെ ഈ വാഹനത്തിൽ, അതായത് ചെങ്കോട്ട സ്ഫോടനം ഈ പൊട്ടിത്തെറിക്കാൻ ഉപയോഗിച്ച ഈ I-20 വാഹനത്തിനകത്ത് ഉപയോഗിച്ചത് ഈ ട്രയസെറ്റോൺ ട്രൈപ്രക്സോയിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് ഉപയോഗിച്ചതെന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് മദർ ഓഫ് സാത്താൻ എന്ന് പറയുന്നത്, അതായത് അത്യധികം അപകടകാരിയായിട്ടുള്ള ഒരു രാസവസ്തുവാണ് ഇത്. ഈ ചെറിയ ചൂട് മൂലമോ ചെറിയ ഘർഷണം മൂലമോ പോലും ഈ ഒരു ഡിറ്റനേറ്ററിന്റെ സഹായമില്ലാതെ പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള ഒരു സ്ഫോടക വസ്തുവാണ് ഇത്. ഇതായിരിക്കും ഈ വാഹനത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. കാരണം ആദ്യം അമോണിയം നൈട്രേറ്റ് ആണ് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നാണ് സംശയിച്ചിരുന്നത്. പക്ഷേ ഈ സ്ഫോടനത്തിന്റെ തീവ്രതയും ഈ നാശനഷ്ടങ്ങളുടെ ഒരു രീതിയും വെച്ചാണ് ഈ TATP ഈ ഉപയോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതായത് രാസപരമായും താപപരമായിട്ടും സ്ഥിരതയുള്ള അമോണിയം നൈട്രേറ്റ് പെട്ടെന്ന് ഈ ചൂട് മൂലമൊന്നും പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഈ TATP എന്ന് പറയുന്ന രാസവസ്തു അങ്ങനെയല്ല. അത് ചെറിയ ചൂട് ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസം വരുമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഘർഷണം ഉണ്ടാവുമെങ്കിൽ പോലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണ്. ആ ഒരു രാസവസ്തുവാണ് ഇതിൽ ഉപയോഗിച്ചത് എന്നുള്ളൊരു സംശയത്തിലാണ്. എന്തായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം, അതിന്റെ അന്തിമ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും എല്ലാ ഭാഗത്തും ഈ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കശ്മീരിൽ നിന്ന് പിടിയിലായ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ മാർഗം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവർ ജോലി ചെയ്തിരുന്ന ആശുപത്രികളിലടക്കം കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും, അവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ NIA പരിശോധന ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടത്. ഒപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ വരേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വരികയും ചെയ്തു. അതിന്റെ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.